നെറ്റിനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ദ ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ പ്രായോഗിക ആപ്ലിക്കേഷനാണ് നമ്മൾ പറഞ്ഞ 7 പോയിൻറ്റുകൾ നമ്മൾ പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. അവസാനം 13-ാം വാക്യത്തിൽ നമ്മൾ വന്ന് എൻഡ് ചെയ്തു. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾ കൂട്ടായ്മ കാണിക്കുകയും സൽക്കാരം ചെയ്യണം എന്ന് പറഞ്ഞു. ഇനിയും 14 തൊട്ട് അവസാനം വരെയുള്ള വാക്യങ്ങൾ നമുക്കിന്ന് ചിന്തിക്കാമെന്ന് വിചാരിക്കുന്നു. 14-ാമത്തെ വാക്യം, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, ശപിക്കാതെ അനുഗ്രഹിപ്പിൻ. ഇവിടെ പലപ്പോഴും ഇത് നമ്മളൊക്കെ പ്രാവർത്തികമാക്കാനായിട്ട് വലിയ പ്രയാസമുള്ളൊരു കാര്യം. കാരണം നമ്മളെ ഉപദ്രവിക്കുന്ന ആളുകളെ അവൻ്റെ അവസാനം കാണാനായിട്ട് കാത്തിരിക്കുന്ന വിശ്വാസികളായെന്നുള്ളത്. കാരണം എന്നെ ഉപദ്രവിച്ചതിനെ അവൻ വെറുതെ വിടരുത്. അവൻ വേണമെങ്കിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും, ദൈവമേ അവന് കഷ്ടത കൊടുക്കണമേ, പ്രയാസം കൊടുക്കണമേ എന്ന് വരെ പ്രാർത്ഥിക്കും. എന്നാൽ ഇവിടെ പറയുന്നത് നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കാനായിട്ട്. ഈ ദുഷ്ടനെ സംബന്ധിച്ചിടത്തോളം നീതിമാനെ ഉപദ്രവിക്കുന്നത് അവനൊരു രസമാണ്. എന്നാൽ നീതിമാനെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളൊരു വിശ്വാസി ഏതെങ്കിലും രീതിയിലൊരു പ്രയാസം വരുത്തിയിട്ടുണ്ടെങ്കിൽ നേരിട്ട് ഉപദ്രവിച്ചില്ലെങ്കിലും ദൈവത്തോടെങ്കിലും പ്രാർത്ഥിക്കും, ദൈവമേ അവന് കഷ്ടത കൊടുക്കണേ. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് യേശുക്രിസ്തു പഠിപ്പിച്ചത് പൗലോസ് ഇവിടെ ചെയ്യുകയാണ്. പാപം എവിടെ മേൽ ഓർക്കരുതേ എന്ന് പറഞ്ഞു. ക്രൂശിൽ കിടന്നു അതാണ് പറഞ്ഞത്. സ്തേഫാനോസ് എന്താ പറഞ്ഞത്? ഈ പാപം എവിടെ മേൽ നിർത്തരുതേ എന്ന് പറഞ്ഞ് സ്തേഫാനോസ് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 60-ൽ പ്രാർത്ഥിച്ചപ്പോൾ ശൗൽ അപ്പുറത്ത് തുണിയും പിടിച്ച് സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. ആ പ്രാർത്ഥന ശരിക്കും ശൗലിൻ്റെ രൂപാന്തരത്തിന് കാരണമായി തീർന്നുവെന്ന് പിന്നീട് ശൗലിന് മനസ്സിലായിട്ടുണ്ടാവും. അത് സഭ പൗലോസിന് വേണ്ടി അന്ന് സ്തേഫാനോസിനെ കല്ലെറിഞ്ഞപ്പോഴേ പൗലോസിന് വേണ്ടി പ്രാർത്ഥിച്ചു. അല്ലെങ്കിൽ സ്തേഫാനോസ് ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചതുകൊണ്ട് ഇന്ന് ഈ 13 ലേഖനങ്ങളും പൗലോസ് എഴുതിയ പൗലോസിൻ്റെ ചരിത്രവും പൗലോസിൻ്റെ മിഷണറി യാത്രയും പൗലോസിൻ്റെ അത്ഭുത പ്രവൃത്തികളും ഈ കൃപായുഗത്തിൽ നമ്മളെ വീണ്ടെടുക്കാനായിട്ട് നമുക്ക് വന്നു എന്ന് പറയാം. ചിലപ്പോഴേ നമുക്ക് അത്രയും ഉറപ്പ് പറയാൻ പറ്റുള്ളൂ, എനിക്ക് അത്രയും കൺഫേമായിട്ട് പറയാൻ പറ്റില്ല. സ്തേഫാനോസിൻ്റെ പ്രാർത്ഥനയായിരിക്കാം അതിന് കാരണമായി തീർന്നു. അവിടെ നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ ഉപദ്രവിക്കാനോ അവരുടെ പുറകെ പോയിട്ട് ശാപം പറയാനോ അല്ല, അവരെ അനുഗ്രഹിക്കണം, ശപിക്കാതെ അനുഗ്രഹിക്കണം. ദൈവമാണ് പ്രതികാരം ചെയ്യുന്നത്, ദൈവം പ്രതികാരം ചെയ്തോളും. അത് താഴോട്ടുള്ള വാക്യങ്ങൾ അതിനെക്കുറിച്ച് പറയും. ശപിക്കാതെ അനുഗ്രഹിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുകയും കരയുന്നവരോട് കരയുകയും ചെയ്യുവിൻ. നല്ല ക്ലിയറായിട്ട് എഴുതിയിരിക്കുകയാണ്. അനുകമ്പ കാണിക്കണം, സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കണം, കരയുന്നവരോട് കരയണം. കരയുന്നവർക്ക് നമ്മളെ ആവശ്യമുണ്ട്. പലർക്കും നിരാശയിലും പ്രയാസത്തിലും ഒക്കെ ഇരുന്ന് കരയുന്നവർക്ക് നമ്മളെ ആവശ്യമുണ്ട്. അവിടെ ചെന്ന് അവരെ എൻകറേജ് ചെയ്യും, അവരോട് കൂടെ ഇരുന്ന് അവരുടെ പ്രയാസത്തിൽ അവരെ കാണുകയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയാൽ അത് വലിയൊരു അനുഗ്രഹമായിരിക്കും. അവരുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും അത് വലിയൊരു അനുഗ്രഹമായിരിക്കും. ഈ ദിവസങ്ങളിൽ അതിനെ ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 16-ാം വാക്യം, തമ്മിൽ ഐകമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളുവീൻ, നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത്. റിലേറ്റ് ടു ദോസ് ഹു ആർ ലോ ഇൻ സോഷ്യൽ സ്റ്റാറ്റസ്. സോഷ്യൽ സ്റ്റാറ്റസിൽ താഴെ ഉള്ള ആളുകളോട് ഒപ്പം കൂടാനായിട്ട് നമ്മൾ പഠിക്കണം. ഇന്ന് അറിയാം, ട്രഡീഷണലായിട്ടും അല്ലാതെയുമൊക്കെ സഭയിൽ ഉള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഹിന്ദുയിസത്തിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിലുള്ള ബ്രാഹ്മണർ, വൈശ്യവർ, ശൂദ്രർ എന്നുള്ള ചിന്താഗതിയിൽ നിന്ന് വന്നിരിക്കുന്ന ചില കാര്യങ്ങൾ ഇന്ന് ട്രഡീഷണലായിട്ട് ഡിനോമിനേഷൻസ് സഭകളിൽ കയറി കൂടിയിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിക്കണം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ എല്ലാവരും സഹോദരി സഹോദരന്മാരാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരും ഒന്നാണ്. ക്രിസ്തീയ കൂട്ടായ്മ സ്വാർത്ഥം അന്വേഷിക്കാതെ പര നന്മ അന്വേഷിക്കുന്ന സ്നേഹത്താൽ പ്രചോദിതമായിരിക്കണം. അത് ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് നമ്മളെ തന്നെ ബുദ്ധിമാന്മാർ എന്നെണ്ണരുത്. ഒരു വാക്യം വായിച്ച് കേൾപ്പിക്കാം. സങ്കീർത്തനം 41-ന്റെ 1-ാം വാക്യം, എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. യഹോവ അവനെ കാത്ത് ജീവനോട് പാലിക്കും. അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. അവൻ്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കുകയില്ല. യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങും,
ദീനത്തിൽ നീ അവൻ്റെ കിടക്കയെല്ലാം മാറ്റി വിരിക്കും. എന്തോ മീനിങ് ഫുള്ളായിട്ടുള്ളൊരു കാര്യം. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അതുകൊണ്ട് എളിയവരോട് ചേർന്ന് കൊള്ളുകയും അവരെ ആദരിക്കുകയും വേണം. താണ നിലത്തെ നേരോടു എന്നൊക്കെയുള്ള ചൊല്ലുകൾ നമുക്കുണ്ടല്ലോ. ഹമ്പിളാകുക, ഹമ്പിളായി എളിയവരോടുകൂടെ ചേരുന്ന അനുഭവം. ദൈവം അവരുടെ കൂടെ ഉണ്ട് എന്ന് മറന്നുപോലെ. ഇനിയുള്ള 17 തൊട്ടുള്ള വാക്യങ്ങളെ, 17 തൊട്ട് 21 വാക്യങ്ങളെ ഔട്ട്സൈഡേഴ്സുമായിട്ട് ജീവിക്കുമ്പോഴേ ഡോണ്ട് ലിവ് ഇൻ ഹോസ്റ്റിലിറ്റി വിത്ത് ഔട്ട്സൈഡേഴ്സ്. മറ്റുള്ളവരോട് പ്രതികാരാത്മകമായിട്ട് പുറത്തുള്ളവരോട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ പ്രകടിപ്പിക്കുകയും ജീവിക്കുകയും ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളാണ് 17 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങൾ. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും. പ്രതികാര നിയമം പാടില്ല, അത് ദൈവത്തിനുള്ളതാണ്. പ്രതികാരം യഹോവയ്ക്കുള്ളതാണ്. തങ്ങളെ ഉപദ്രവിക്കുന്നവരെ ഉപദ്രവിക്കുമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ ആ രീതിയിൽ ഒരു വിശ്വാസി അങ്ങനെ ചെയ്യാൻ അനുവാദമില്ല. ഉപദ്രവിക്കുന്നവരെ ഉപദ്രവിക്കരുത്. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്, നന്മ ചെയ്യുക. സകല മനുഷ്യരോടും സമാധാനം ആയിരിക്കുക. എല്ലാവരോടും എന്ന് സകല മനുഷ്യരോടും സമാധാനമായിരിക്കുക. കഴിയുമെങ്കിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ബുദ്ധിമുട്ടാണ് എന്നറിയാം, എന്നാൽ ദൈവത്തിനതറിയാം. എന്നാൽ കഴിയുമെങ്കിൽ ആവോളം സമാധാനമായിരിക്കും. നമ്മൾ വേറൊരാളോട് സമാധാനമാകുന്നത് അവരെ നേടാനായിട്ട് ഇടവരും എന്നുള്ള വലിയൊരു വസ്തുതയാണ്. പ്രതികരണശേഷി നഷ്ടപ്പെട്ടതല്ല സമാധാനം എന്ന് പറയുന്നത്. പ്രതികരണശേഷി ഉണ്ടാവും, എന്നാൽ ഇതിനകത്ത് പറയുന്ന അവരോട് പീസ്ഫുള്ളായിട്ട് ഡീൽ ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ ക്രിസ്തീയ മതത്തിലല്ലാത്ത പലരും കാണും. അവർ പല വിശ്വാസങ്ങളിലും ഉള്ളവരാവും. അവരുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ ആ കമ്മ്യൂണിറ്റിയിൽ അവരുമായിട്ട് പീസ്ഫുള്ളായിട്ട് ജീവിക്കാനായിട്ട് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവത്തിന് ഇടം കൊടുപ്പീൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവൻ തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. പ്രതികാരം ദൈവത്തിനുള്ളതാണ്, അത് നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യും. ബൈബിളിൽ ഒരുപാട് റെഫറൻസ് ഉണ്ട്. ഞാൻ ടൈം കുറവായതുകൊണ്ട് ചിലത് മാത്രം വായിച്ച് കേൾപ്പിക്കും. ആവർത്തന പുസ്തകം 32-35 വാക്യത്തിൽ അവരുടെ കാൽ വഴുതും കാലത്തേക്ക് പ്രതികാരവും പ്രതിഫലവും എൻ്റെ പക്കലുണ്ട്. അവരുടെ അനർത്ഥ ദിവസം അടുത്തിരിക്കുന്നു, അവർക്ക് ഭവിപ്പാനുള്ളത് ബന്ധപ്പെടുന്നു. വെഞ്ചൻസ് ആൻഡ് റീകംപൻസ് അത് എൻ്റെ കയ്യിലാണുള്ളത്. ദൈവം പറയുന്ന കാര്യമാണ്. അന്നേരം ദൈവം അത് ചെയ്തോളും. നമ്മളത് ചെയ്യാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. നഹൂം 1-ാം വാക്യം, ദൈവം തീക്ഷ്ണതയുള്ളവനും യഹോവ പ്രതികാരം ചെയ്യുന്നവനുമാകുന്നു. യഹോവ പ്രതികാരം ചെയ്യുന്നവനും ക്രോധപൂർണനും ആകുന്നു. യഹോവ തൻ്റെ വൈരികളോട് പ്രതികാരം ചെയ്യുകയും തൻ്റെ ശത്രുക്കൾക്കായി കോപം സംഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈ വാക്യം അനുസരിച്ച് പ്രതികാരം ദൈവത്തിൻ്റെ പ്രത്യേക അവകാശമാണ്. അത് വേറെ ആർക്കും പറ്റുകയല്ല, ദൈവത്തിനുള്ളതാണ്. കാരണം ദൈവത്തിൻ്റെ പ്രത്യേക അധികാരത്തിൽ നാം കൈകടത്തിയാൽ എന്നുവെച്ചാൽ നമ്മൾ ദൈവമായി തീരുകയാണ്. പ്രതികാരം നമ്മൾ കയ്യിലെടുക്കാനായിട്ട് പാടില്ല. നമ്മൾ ദൈവമാണ് ചെയ്യാനായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കും. എന്നാൽ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ അവന് കുടിപ്പാൻ കൊടുക്കുക. ഇത് സദൃശ്യവാക്യം 25-21 വാക്യത്തിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കും, യഹോവ നിനക്ക് പ്രതിഫലം ചെയ്യും. ഇത് അതിൽ നിന്ന് എടുത്തിരിക്കുന്ന ഭാഗമാണ്. ബൈബിളിൽ നമുക്ക് ഒരുപാട് ഇൻസിഡൻസ് കാണാൻ പറ്റും ശത്രുക്കളെ സ്നേഹിച്ചതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ. കാരണം ശത്രുവിന് വിശക്കുമ്പോൾ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കാൻ കൊടുക്കുക എന്നുള്ള
സദൃശ്യവാക്യം 25-21 ഇവിടെ കോട്ട് ചെയ്ത് പറയുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ബൈബിളിൽ കാണാം. യോസഫിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്കറിയാവുന്നതാണ്, യോസഫിനെ സഹോദരന്മാർ മിസ്രൈമ്യർക്ക് വിറ്റു കഴിഞ്ഞ് അവന് ദോഷം വിചാരിച്ചപ്പോൾ യോസഫിൻ്റെ പ്രസ്താവന നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 45, 47, 50 അധ്യായങ്ങളിൽ അവിടെ അവർ പാർത്ത സ്ഥലങ്ങളിൽ വലിയ ദാരിദ്ര്യം വന്ന് അവിടെ വരൾച്ച ഉണ്ടായി. അവർക്ക് ഭക്ഷണം കിട്ടാതെ വന്നപ്പോഴേ ഭക്ഷണം തേടി യോസഫിൻ്റെ അരിക്കൽ സഹോദരന്മാർ വന്നപ്പോൾ സഹോദരന്മാരെ വെളിപ്പെടുത്തിയിട്ട് പറഞ്ഞ്, എന്നെ നിങ്ങൾ വിറ്റതുകൊണ്ട് നിങ്ങൾ വിഷാദിക്കേണ്ട, ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്നെ മുന്നമേ ഒരുക്കിയതാണ്, നിങ്ങളുടെ ജീവന് വേണ്ടി എന്നെ മുന്നമേ ഒരുക്കിയതാണെന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അതിനുശേഷം അവരെല്ലാം കൂട്ടിക്കൊണ്ടുവരികയും അപ്പനെ അവിടെ കൊണ്ടുവന്നു, ബാക്കിയുള്ളവരെല്ലാം കൂട്ടിക്കൊണ്ടുവന്ന് അവർക്കെല്ലാം പ്രോപ്പർട്ടികൾ അലോട്ട് ചെയ്ത് അവിടെ കൊടുക്കുന്നതായിട്ട് കാണുന്നു. മനസ്സിൽ ശത്രുത്വം കാണിച്ചെങ്കിലും അതിന് എതിരായിട്ട് യോസഫ് പ്രവർത്തിച്ച് അവരെ സ്നേഹിച്ച ദൃഷ്ടാന്തമാണ് കാണുന്നത്. മോശയുടെ ജീവിതത്തിൽ അതുപോലെ കാണാം. മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തപ്പോഴേ മിരിയാമും അഹരോനും അവന് വിരോധമായി സംസാരിച്ചു. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്നതാണ്. അവരുടെ ട്രാവലെല്ലാം പെട്ടെന്ന് നിൽക്കേണ്ടി വന്നു. കാരണം എന്താ വെച്ചാൽ മിരിയാമും അഹരോനും മോശയോട് എതിരായിട്ട് സംസാരിച്ചതിനാൽ പെട്ടെന്ന് തന്നെ എന്താ സംഭവിച്ചത്, അവിടെ മിരിയാമിൻ്റെ ശരീരത്തെ കുഷ്ഠം വന്നതായിട്ട് കാണുന്നു. കുഷ്ഠം വന്നു കഴിഞ്ഞിട്ട് അവളെ ഉടൻ തന്നെ അവിടെ നിന്ന് പാളയത്തിന് പുറത്താക്കി. അവരുടെ ജേർണിയെല്ലാം അവിടെ തടസ്സപ്പെട്ടു. 7 ദിവസം പാളയത്തിന് പുറത്ത് അടച്ചു. എന്നാൽ എന്താ സംഭവിച്ചത്, അവള് ദൈവത്തോട് മോശ അപേക്ഷിക്കുകയാണ്. അവളെ സൗഖ്യമാക്കാനായിട്ട് ദൈവത്തോട് മോശ അപേക്ഷിക്കുന്നതായിട്ട് കാണുന്നു. അപ്പോഴേ അവിടെയും ഇതുപോലെ തന്നെ എതിർപ്പെട്ട മിരിയാമിനെയും അഹരോനെയും തിരിച്ചു കൊണ്ടുവരുന്ന മോശയെക്കുറിച്ച്, അതിനു വേണ്ടി അപേക്ഷിക്കുന്ന മോശയെക്കുറിച്ച് കാണാം. 1 ശമൂവേൽ 26-ാം അധ്യായത്തിൽ ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്നൊരു ഒരു അനുഭവം അതിലെഴുതിയിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ദാവീദിനെ തിരഞ്ഞുകൊണ്ട് ശൗലും അബ്നേരും എല്ലാം കൂടി മരുഭൂമിക്ക് 3000 പേരെയും കൂട്ടിയിട്ട് ഇസ്രായേലിൽ നിന്ന് വന്ന് അവനെ പിടിക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്താ അവിടെ സംഭവിച്ചതെന്നറിയാം. ദാവീദും അബിശായിയും രാത്രിയിൽ ഈ പടജനത്തിന് നേരെ ചെന്നു. അവിടെ ഗുഹയിൽ ഇദ്ദേഹം ഉറങ്ങുകയായിരുന്നു, ശൗൽ ഉറങ്ങിയിരുന്നപ്പോഴേ ശൗലിൻ്റെ നിന്ന് അവൻ്റെ തലയ്ക്കൽ കിടന്നിരുന്ന കുന്തവും എല്ലാം എടുത്തുകൊണ്ട്, പാത്രവും എല്ലാം എടുത്തുകൊണ്ട് വരുന്നതായിട്ട് കാണുന്നു. ആ സമയത്ത് ശരിക്കും ദാവീദിന് കൊല്ലാമായിരുന്നു. അബീശായി പറഞ്ഞിട്ടുണ്ട്, ശത്രുവിനെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്, നിനക്ക് അവനെ കുത്തിക്കൊല്ലാം എന്ന് പറഞ്ഞിട്ട് ദാവീദ് അബീശായോട് അവനെ നശിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് അഭിഷക്തൻ്റെ മേൽ, യഹോവയുടെ അഭിഷക്തൻ്റെ മേൽ കൈവച്ചിട്ട് എനിക്ക് ശിക്ഷ അനുഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ തലയിൽ അടുത്തിരുന്ന കുന്തവും ജലപാത്രവും എടുത്തുകൊണ്ട് തിരിച്ചു പോരുന്ന ഒരു കാര്യമൊക്കെ നമുക്കറിയാം. അവിടെയും അതുപോലെ ശത്രുവിനെ സ്നേഹിച്ച ദൃഷ്ടാന്തമാണ് കാണുന്നത്. അതുപോലെ 2 രാജാക്കന്മാരിൽ എലിശയുടെ സമയത്ത് ഒരു സംഭവം ഉണ്ടായി. 2 രാജാക്കന്മാർ 6-ാം അധ്യായത്തിൽ ആരാൻ രാജാവും യുദ്ധം ചെയ്യാനായിട്ട് ഇസ്രായേലിനോട് വന്നു. അവിടെ അത് നിങ്ങൾ വായിച്ചു നോക്കുക. 2 രാജാക്കന്മാർ 6-ാം അധ്യായത്തിൽ അവിടെ യുദ്ധം ഉണ്ടാകാനായിട്ട് വന്നപ്പോഴത്തേക്ക് ഈ ആരാൻ രാജാവിൻ്റെ കൂട്ടക്കാർക്ക് അന്ധത വന്നതായിട്ട് കാണുന്നു. അന്ധത വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇസ്രായേൽ രാജാവ് പറയുകയാണ്, അവരെ വെട്ടിക്കളയാം എന്ന് പറഞ്ഞപ്പോഴേ എലീശ പറഞ്ഞു, അവൻ വേണ്ട, അവരെ വെട്ടിക്കളയണ്ട. അതിനകത്ത് ആ അധ്യായത്തിൽ 2 രാജാക്കന്മാർ 6-ന്റെ 22-ാം വാക്യത്തിൽ അതിനവൻ വെട്ടിക്കളയരുത്, നിങ്ങൾ വാൾകൊണ്ടും വില്ലുകൊണ്ടും പിടിച്ചവരെ നീ വെട്ടിക്കളയുമോ, ഇവർ തിന്നു കുടിച്ച് തങ്ങളുടെ യജമാൻ്റെ അടുക്കൽ പോകേണ്ടതിന് അപ്പവും വെള്ളവും അവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് വലിയൊരു വിരുന്ന് നൽകി. അവർ തിന്നു കുടിച്ച ശേഷം അവർ തൻ്റെ ജനത്തെ വിട്ടയച്ച് അവർ തങ്ങളുടെ യജമാനെ അടുത്തേക്ക് പോയി. അത് കാണുന്ന പിന്നെ ആരാമ്യ കൂട്ടങ്ങൾ ഇസ്രായേൽ ദേശത്തേക്ക് വന്നിട്ടേ ഇല്ല. ഇത് കാണുന്നത് എന്താണ്, ശത്രുവിനെ സ്നേഹിക്കുക, ശത്രുവിന് ഭക്ഷണമില്ലെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുന്നു, ദാഹിക്കുന്നെങ്കിൽ കുടിക്കാൻ കൊടുക്കുന്നു. ഇതാണ് കാണുന്നത്. സ്തേഫാനോസിനെ കൊല്ലാൻ തുടങ്ങിയപ്പോൾ സ്തേഫാനോസ് അപ്പോസ്തല പ്രവൃത്തി 7:60 കർത്താവേ ഈ പാപം നിർത്തരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നു. ഈ തീക്കനൽ എന്ന് പറയുന്നത് ദൈവശിക്ഷയായി എബ്രായർ കരുതുന്നു. സങ്കീർത്തനം 11:6 140:10 തീക്കനൽ, ദൈവം തീക്കനൽ കുന്നിക്കും എന്ന് പറയുന്ന ഒരു അലങ്കാര ഭാഷയായിട്ട് കാണുന്നുണ്ട്.
ക്രിസ്ത്യാനി കോപം വിട്ടൊഴിയണമെന്ന് മാത്രമല്ല, ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ ശത്രുവിന് പകരം ദയ സമ്മാനിക്കുകയും വേണം. ശത്രുത്വത്തിന് പകരം ദയ സമ്മാനിക്കണം എന്ന് നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ട് എന്താണത് ചെയ്താൽ അവനെ മാനസാന്തരത്തിലേക്ക് അത് നടത്താനായിട്ട് ഇടവരും. അതാണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ശത്രു മാനസാന്തരപ്പെട്ട് തിരിച്ചു വരണം. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. ശത്രുക്കളായിട്ടുള്ളവരെ സ്നേഹം കൊണ്ട് നേടിയെടുക്കുക. നന്മയിൽ തിന്മയെ മുക്കിക്കൊല്ലുക. അതാണ് ചെയ്യേണ്ടത്. അതാണ് മൂലഭാഷയിൽ പറയുന്നത്. ശത്രുക്കളായിട്ടുള്ള ആളുകളെ നമ്മൾ സ്നേഹം കൊണ്ട് നേടിയെടുക്കുക. ശത്രുക്കളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഈ ദൈവവചന പ്രകാരം അവരെ തിരിച്ചു വരും. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ അവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് ഈ 2-3 എക്സാമ്പിൾസ് നമുക്ക് മനസ്സിലായി. ഏതൊക്കെയാണ്? യോസഫിൻ്റെ എക്സാമ്പിളിൽ നിന്ന് നമുക്ക് മനസ്സിലായി, മോശയുടെ എക്സാമ്പിളിൽ നിന്ന് മനസ്സിലായി, ദാവീദിൻ്റെ, ഏലിശയുടെ, സ്തേഫാനോസിൻ്റെ എല്ലാ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. ഇതിൽ നിന്നെല്ലാം മനസ്സിലായി ശത്രുവിനെ സ്നേഹിച്ച ദൃഷ്ടാന്തങ്ങൾ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും. അതുകൊണ്ട് തിന്മയോട് തിന്മ വരുമ്പോൾ അവിടെ നന്മയാലെ ജയിക്കാനായി ശത്രുവിനെ ശിക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം ദൈവം നോക്കിക്കോളും. നമ്മൾ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നതിൽ കുടിപ്പാൻ കൊടുക്കുക എന്നുള്ളത്. ഇപ്പോൾ റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം തീർന്നു, നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതിനകത്ത് അവസാനം നമ്മൾ ഈ എപ്പിസോഡിൽ പഠിച്ചത് ഹൗ ടു ലിവ് വിത്ത് ഔട്ട്സൈഡേഴ്സ്. ഔട്ട്സൈഡേഴ്സുമായിട്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ളത്. നമ്മൾ സഭയിലുള്ളവരല്ല, സഭയുടെ പുറത്തുള്ളവർ, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർ. അവരുമായിട്ട് ഹോസ്റ്റിലിറ്റിയിലല്ല ജീവിക്കേണ്ടത്. അവരുമായിട്ട് ജീവിക്കുമ്പോഴേ ഹാർമണിയിൽ, അവരുമായിട്ട് സ്നേഹത്തിൽ ജീവിക്കണം എന്നുള്ളതാണ് പറയുന്നത്. എന്തിനാണ് അവരുമായിട്ട് സ്നേഹത്തിൽ ജീവിക്കുന്നത്? മറ്റുള്ളവരുടെ സമാധാനത്തിൽ ജീവിക്കുക, പകരം ചെയ്യാതെ പ്രതികാരം ചെയ്യാതെ ജീവിക്കുക, തിന്മ ചെയ്യാതെ നന്മ ചെയ്യുന്ന ജീവിക്കുക. ശത്രുവാണെങ്കിൽ അവന് ഭക്ഷണം കൊടുക്കുക. അങ്ങനെ എന്ത് ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അവനെ കർത്താവിലേക്ക് നേടാനായിട്ട് പറ്റും എന്നാണ് പൗലോസ് പറയുന്നത്. നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചുകൂടാ. നമുക്ക് കർത്താവിനെക്കുറിച്ച് നേടുന്ന കാര്യം നമുക്ക് ചിന്തയില്ല, എന്നാലും ഒരടി കൊടുക്കണം എന്നൊക്കെയുള്ള ചിന്തയുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ നമുക്ക് മധുരപ്രതികാരം, അതിനാണ് പറയുന്നത്, മധുരപ്രതികാരം കൊടുക്കാം എന്നുള്ളൊരു ചിന്തയിൽ ജീവിക്കാനായിട്ട് നമ്മളെ ഇടവരട്ടെ. നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ അനേകം ആളുകൾ കർത്താവിനെ അറിയാത്തവരുണ്ട്. ഇത് നമുക്കൊരു ചലഞ്ചായി നമ്മുടെ മുമ്പിൽ നിൽക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, പ്രിയപ്പെട്ടവരെ, കാണുന്നവരെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ 12-ാം അധ്യായം കർത്താവെ പഠിച്ചു തീർന്നപ്പോഴേ കർത്താവെ, ഞങ്ങളുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും രൂപാന്തരം ഏത് രീതിയിൽ പ്രാക്ടിക്കലായിട്ട് ഞങ്ങളുടെ സമൂഹത്തിലും ഞങ്ങളുടെ സഭയിലും കർത്താവെ അത് ഏത് രീതിയിൽ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങൾ കണ്ടല്ലോ. കർത്താവെ, ഞങ്ങളുടെ സഭയിൽ ഏത് രീതിയിലാണ് ഞങ്ങൾ വർത്തിക്കേണ്ടത്, ഞങ്ങളുടെ സഹോദരങ്ങളോട് ഏത് രീതിയിലാണ് വർത്തിക്കേണ്ടത്, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലെ മറ്റുള്ള ഔട്ട്സൈഡേഴ്സിൻ്റെ കൂടെ ഏത് രീതിയിലാണ് ഞങ്ങൾ വർത്തിക്കേണ്ടത്. അതുകൊണ്ട് ഞങ്ങളുടെ മനസ്സിനെ ഈ ദിവസങ്ങൾ പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ട് ജീവിപ്പാനായി കർത്താവെ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും കർത്താവെ ആ രീതിയിൽ പ്രതികരിച്ച് മുമ്പോട്ട് പോകാനായിട്ട് ഈ ദിവസങ്ങൾ സഹായിക്കണമേ. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുവാനായി കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മയിൽ കൂടി തിന്മയെ മുക്കിക്കൊല്ലുവാനായിട്ട് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിന്മയെ പ്രതികാരം കൊണ്ട് ജയിക്കുകയില്ല, അത് ഞങ്ങൾ മനസ്സിലാക്കുവാൻ ഈ ദിവസങ്ങൾ ഇടവരുത്തണമേ. നന്മ ചെയ്യുവാൻ, മടുത്തു പോകാതെ നന്മ ചെയ്യുവാൻ ഈ ദിവസങ്ങൾ ഞങ്ങളെ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെയെങ്കിലും തീയിൽ നിന്ന് വലിച്ചെടുക്കുന്ന ശുശ്രൂഷ ഞങ്ങളുടെ ജീവിതം കൊണ്ട് ചെയ്യുവാനായിട്ട് ഞങ്ങളെ കഴിവും പ്രാപ്തരുമാക്കി തീർക്കണമേ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്രം, അനുഗ്രഹിക്കുക സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. നാളെ നമുക്ക് 13-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും പ്രെയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ആ വാട്സാപ്പ് നമ്പറിൽ അയയ്ക്കുക. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും.